ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിന്റെ ദാസൻ ചാൾസ് വർഗീസ് പുളിക്കീഴ് ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. സൗഖ്യം നൽകിയിടുന്ന യേശു നല്ലവൻ, എന്റെ യേശു നല്ലവൻ. മനസ്സലിവോടെ സൗഖ്യം നൽകിയിടുന്ന യേശു നല്ലവൻ, എന്റെ യേശു നല്ലവൻ. യേശു ഇന്നും എല്ലാ നേരത്തും തണലായി തുണയായി കൂടെയുണ്ടല്ലോ. എല്ലാ കാലത്തും എല്ലാ നേരത്തും തണലായി തുണയായി കൂടെയുണ്ടല്ലോ. മോർണിംഗ് വോയിസിൻ്റെ ശ്രോതാക്കൾക്ക് വേഗം വരുന്ന ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ വ്യത്യസ്തനായാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അഥവാ ദൈവത്തെപ്പോലെ തന്നെ വിവേകമുള്ളവനായിട്ടാണ് അവനെ സൃഷ്ടിച്ചത്. മനുഷ്യൻ നിർമ്മിക്കുന്ന എല്ലാ വസ്തുക്കൾക്കും ഒരു കാരണമുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. മനുഷ്യൻ ഉണ്ടാക്കുന്ന ചെരുപ്പുകൾ അത് കാലിന് സംരക്ഷണവും സഹായവുമായി തീരുവാനാണ്. അതുപോലെ കൈയുറകൾ കൈയുടെ സംരക്ഷണത്തിനും മാലിന്യം ഏൽക്കാതെ സൂക്ഷിക്കുവാനുമായിട്ടാണ് അത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വ്യത്യസ്ത വസ്ത്രങ്ങൾ നിർമ്മിക്കപ്പെടുന്നു. വാച്ചുകളുടെ ലക്ഷ്യം സമയം അറിയുവാനായിട്ടാണ്. വാഹനങ്ങൾ നിർമ്മിക്കപ്പെടുന്നത് സഞ്ചാര സഹായത്തിനാണ്. നാം ചിന്തിച്ചതുപോലെ ഇതിനെല്ലാം ഒരു ലക്ഷ്യമുണ്ട്. എന്നാൽ ആ ലക്ഷ്യം തെറ്റിയാൽ പിന്നെ ആ വസ്തുവെക്കൊണ്ട് ഒരു ഗുണവും ഉണ്ടാകുകയില്ല. എത്രമാത്രം വില മുടക്കിയതാണെങ്കിലും എത്രമാത്രം നമുക്കത് പ്രിയപ്പെട്ടതാണെങ്കിലും അതിൻ്റെ ലക്ഷ്യം സാധൂകരിക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ അതുകൊണ്ട് ഒരു ഗുണവുമില്ല, ഒരു പ്രയോജനവുമില്ല. ഇതാണ് മനുഷ്യൻ നിർമ്മിച്ച വസ്തുവിൻ്റെ അവസ്ഥ എങ്കിൽ സർവശക്തനും സർവജ്ഞാനിയും സർവത്തിനും ഉടയവനായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഓരോ വ്യക്തിയെയും ഈ ലോകത്തിൽ ജനിക്കുവാനും ജീവിക്കുവാനും അനുവദിക്കുന്നത്. സദൃശവാക്യം 16:4 ജ്ഞാനിയായ ശലോമോൻ ഇങ്ങനെ പറയുന്നു: യഹോവ സകലവും തൻ്റെ ഉദ്ദേശത്തിനായി ഉണ്ടാക്കിയിരിക്കുന്നു, അനർത്ഥ ദിവസത്തിനായി ദുഷ്ടനെയും കൂടി. അർത്ഥാൽ നാം ഓരോരുത്തർക്കും ഒരു ജീവിത ലക്ഷ്യമുണ്ട് എന്ന് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വി ആർ മെയ്ഡ് ഫോർ എ പർപ്പസ്. ആ ജീവിത ലക്ഷ്യം കണ്ടെത്തി അത് സാക്ഷാത്കരിക്കുന്ന ഓരോ വ്യക്തികൾക്കും ദൈവപ്രസാദവും ദൈവത്തിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ പുഞ്ചിരിയും കണ്ട് ജീവിത ഉദ്ദേശം സഫലമായെന്ന് അറിഞ്ഞ് സന്തോഷത്തോടെ മുന്നോട്ട് നീങ്ങുന്നു. മൊർദെഖായി എസ്തേറിനോട് പറഞ്ഞ ആ വാക്കുകൾ നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥാനത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. എന്നാൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. ഇങ്ങനെയുള്ള ഒരു കാലത്തിനായിട്ടല്ലയോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത്? ആർക്കറിയാം? എസ്തേറിൻ്റെ പുസ്തകം 4:14 എസ്തേർ എന്ന യഹൂദ സ്ത്രീ രാജ്ഞിയായപ്പോൾ യഹൂദന്മാർക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്തു കാണും. എന്നാൽ ദൈവം തന്നെക്കുറിച്ച് ഉദ്ദേശിച്ചിരുന്ന ആ കാലവും സമയവും ഇതായിരുന്നു: യഹൂദ ജനത്തെ ഹാമാൻ എന്ന ദുഷ്ടൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കുക. എസ്തേർ രാജ്ഞി തൻ്റെ ജീവൻ വരെയും പണയം വെച്ച് ഈ ലക്ഷ്യം നേടുവാൻ വേണ്ടി അധ്വാനിച്ചതുകൊണ്ട് മോശെ, യോശുവ എന്നിങ്ങനെ ഇസ്രായേൽ ജനത്തിന് മോചനവും വിജയവും നേടിക്കൊടുത്ത നേതാക്കന്മാരുടെ പട്ടികയിൽ
ഇതാ എസ്തേറിൻ്റെ പേരും ചേർക്കപ്പെടുന്നു. ദൈവം ജലപ്രളയത്താൽ ഈ ലോകത്തെ നശിപ്പിക്കുവാൻ തീരുമാനിച്ചപ്പോൾ നോഹ എന്നൊരു നീതിമാൻ ദൈവത്തിൻ്റെ വാക്ക് കേട്ട് അന്നത്തെ ജനത്തിൻ്റെ ചിന്തയുടെ വിപരീതമായി ചിന്തിക്കുകയും ദൈവത്തെ അനുസരിക്കുകയും ചെയ്തില്ലായിരുന്നു എങ്കിൽ ഈ ലോകത്തിൻ്റെ അവസ്ഥ എന്തായിത്തീരുമെന്ന് സങ്കല്പിക്കുവാൻ ആർക്കും തന്നെ സാധിക്കില്ല. മെസപ്പൊട്ടേമിയ എന്ന അന്നത്തെ ഏറ്റവും വലിയ ഒരു പട്ടണത്തിലും ഏറ്റവും നല്ല ഒരു സംസ്കാരത്തിലും വളർത്തപ്പെട്ട അബ്രഹാം ദൈവത്തിൻ്റെ വിളി കേട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ മറ്റുള്ളവർ അവനെ മൂഢനെന്ന് വിളിച്ചു. എബ്രായൻ എന്ന വാക്കിൻ്റെ അർത്ഥം നദിക്കക്കരെ പോയവൻ. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ സംസ്കാരമില്ലാത്തവിടത്തേക്ക് പോയവൻ. അബ്രഹാം ദൈവത്തിന് തന്നെക്കുറിച്ചുള്ള ഉദ്ദേശം അറിയുവാനും അത് സാക്ഷാത്കരിക്കണമെന്ന് ആഗ്രഹത്തോടു കൂടി ദൈവത്തെ പൂർണ്ണമായി അനുസരിച്ചപ്പോൾ ദൈവം തന്നിൽ കൂടി ഇസ്രായേൽ എന്ന ജനത്തെ വാർത്തെടുത്തു. മാത്രമല്ല, തൻ്റെ വിശ്വാസം കാരണം ദൈവം തന്നെ വിശ്വാസികളുടെ പിതാവെന്ന് വിളിക്കുകയും നാം ഓരോരുത്തരും തൻ്റെ മക്കളാകുവാനും ദൈവം വഴി തുറക്കുകയും ചെയ്തു. അബ്രഹാമിൽ കൂടി ഇസ്രായേൽ മാത്രമല്ല, നാം ഓരോരുത്തരും അനുഗ്രഹം ഇന്ന് അനുഭവിക്കുന്നു. മോശയെയോ മിസ്രൈമിലുള്ള പദവിയും സമ്പത്തും സ്ഥാനവും വിട്ട് ദൈവജനത്തോടു കൂടി കഷ്ടം അനുഭവിക്കുവാൻ തിരഞ്ഞെടുത്തതുകൊണ്ട് മോശയിൽ കൂടി ദൈവത്തിൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കുവാൻ സാധിച്ചു. മോശയെപ്പോലെ ഒരു പ്രവാചകൻ എന്ന് തുലനം ചെയ്യുവാൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അല്ലാതെ മറ്റാരുമില്ലാത്തവണ്ണം ദൈവം അവനെ അത്രമാത്രം ഉയർത്തി. നാം ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് ലക്ഷ്യം നേടിയ വ്യക്തികളെ പറ്റിയാണ്. എന്നാൽ ദൈവത്തിൻ്റെ തന്നെക്കുറിച്ചുള്ള ലക്ഷ്യം അറിയുവാൻ താല്പര്യമില്ലാതെ സ്വന്തം താല്പര്യത്തിന് അടിമയായി ദൈവത്തിന് വിരോധമായി ജീവിച്ച ചില വ്യക്തികളെപ്പറ്റി നാം ചിന്തിക്കേണ്ടതുണ്ട്. ആദാമിൻ്റെയും ഹൗവയുടെയും ആദ്യത്തെ മകനായ കയീനെ ദൈവം പല ആവർത്തി ഉപദേശിച്ചുവെങ്കിലും അവൻ അത് കേൾക്കുവാൻ കൂട്ടാക്കാതെ സ്വന്തം സഹോദരനെ കൊന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും തൻ്റെ സ്വന്തമായവരിൽ നിന്നും ഓടിപ്പോകേണ്ട അവസ്ഥ വന്നു. കോരഹ്, ദാഥാൻ എന്നിവർ മോശയോട് കൂടെ നിന്ന് ഇസ്രായേൽ ജനത്തെ വേണ്ട രീതിയിൽ ന്യായപാലനം ചെയ്യുകയും അവരെ ദൈവഭയത്തിൽ അഭ്യസിപ്പിക്കുകയും ചെയ്യേണ്ടതിന് പകരമായി ദൈവത്തോടും മോശയോടും മത്സരിച്ച് ഭയങ്കരമായ ഒരു അന്ത്യത്തിലേക്ക് അവരും അവരുടെ തലമുറകളും എത്തിച്ചേർന്നു. അനന്യാസും സഫീറയും ദൈവത്തോടും കർത്താവിൻ്റെ ആത്മാവിനോടും വ്യാജം പറഞ്ഞതുകൊണ്ട് ആദിമ നൂറ്റാണ്ടിലെ സഭയുടെ വളർച്ചയോ സഭാജീവിതത്തിൽ കൂടി ലഭിക്കുന്ന ദൈവിക അനുഗ്രഹമോ എന്തിനു പറയുന്നു, അവർ ഏറ്റവും വിലമതിച്ച ഭൗമിക നേട്ടം പോലും ആസ്വദിക്കാൻ സാധിക്കാതെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ടി വന്നു. ദൈവത്തിന് എല്ലാ വ്യക്തികളെയും പറ്റിയും പ്രത്യേകിച്ച് ദൈവമക്കളെ ഓരോരുത്തരെയും കുറിച്ച് ദൈവത്തിന് ഒരു ലക്ഷ്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം നാം നേടുന്നുവെങ്കിൽ കർത്താവിനെ അറിഞ്ഞു എന്ന നേട്ടത്തിൻ്റെ അടുത്ത പടിയായി വിലമതിക്കുന്ന മറ്റൊരു നേട്ടം അതായിരിക്കും. ലൂക്കോസിൻ്റെ സുവിശേഷം 16:10 നമ്മുടെ കർത്താവ് ഇങ്ങനെ പറയുന്നു: അല്പത്തിൽ വിശ്വസ്തൻ അധികത്തിൽ വിശ്വസ്തൻ, അല്പത്തിൽ നീതികെട്ടവൻ അധികത്തിൽ നീതികെട്ടവൻ. മത്തായിയുടെ സുവിശേഷം 25:21 23 ആവർത്തിച്ച് പറയുന്നു: നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിൽ വിചാരകനാക്കും. ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന ജീവിത ലക്ഷ്യം നേടുവാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ അധികമായി ദൈവം നമ്മെ ഓരോരുത്തരെയും എടുത്തുപയോഗിക്കുമെന്ന് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇതിനാൽ നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ കയ്യിൽ സമർപ്പിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറുവാൻ വേണ്ടി, ദൈവശബ്ദം കേൾക്കുവാൻ വേണ്ടി നാം കാതോർത്തിരിക്കുക. നമ്മുടെ ദൈവത്തിൻ്റെ ശബ്ദത്തിൻ്റെ മുന്നിൽ അടിയനിതാ എന്നുള്ള മനോഭാവത്തോടു കൂടി ഒരുങ്ങാം. ഓർക്കുക, നാം ഓരോരുത്തരും ഓരോ ലക്ഷ്യത്തോടു കൂടി സൃഷ്ടിക്കപ്പെട്ടവരാണ്. വി ആർ മെയ്ഡ് ഫോർ എ പേർപ്പസ്. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ.